ഹായ് മക്കളെ, സോ നിങ്ങൾ NSMC രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി കരുതുന്നു ആൻഡ് പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് നമ്മൾ എന്തായിരിക്കും യൂട്യൂബിനകത്ത് സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അത് മാത്രം കണ്ടാൽ മതിയാകും നിങ്ങൾക്ക് നല്ല സ്കോർ ഏൺ ചെയ്തിട്ട് അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ആക്കണം. സോ നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് എന്താണ്? ക്ലാസ് 7 ഫിസിക്സിനകത്ത് ഇലക്ട്രിസിറ്റി പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അറിയാം ഇലക്ട്രിസിറ്റി എന്താണ്, ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ ടൈം കളയണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യാം, വീഡിയോക്കകത്ത് പോകാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്. ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിൽ പോലും പറയാം. ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ട് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ ക്ലോസ്ഡ് സർക്യൂട്ട് പാത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് നിങ്ങൾ ചിന്തിക്കണം, അവിടെ എന്തുണ്ടാവും, സ്വിച്ചസ് ഉണ്ടാകും, അതല്ലെങ്കിൽ ബാറ്ററി ആൻഡ് ബൾബ് ഉണ്ടാകും. ബൾബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടാകും എന്ന് ഓർത്തിരിക്കാം. ഒരു സാമ്പിൾ സർക്യൂട്ട് കാണിച്ചെന്ന് മാത്രം. നമ്മൾ എന്തായിരിക്കും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മുടെ കോൺസെപ്റ്റ് തറാക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനകത്ത് എന്താന്ന് മുഴുവനായിട്ട് വായിച്ചിട്ട് ശേഷമേ നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളവിടെ ഇൻകറക്റ്റിന് പകരം കറക്റ്റ് എന്നാണ് വായിച്ചെങ്കിൽ നിങ്ങൾ ആൻസർ ഒരു പക്ഷേ തെറ്റിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് വായിച്ചിട്ട് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, തെറ്റിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചു, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ ദ ഗിവൺ സർക്യൂട്ട്. ഗിവൺ സർക്യൂട്ടിനകത്ത് ഏതാണ് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം, അതിന് മുന്നേ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സർക്യൂട്ട് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ സർക്യൂട്ടിനകത്ത് എന്തുണ്ട്, രണ്ട് ബാറ്ററി ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ആൻഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാഗ്നറ്റിക് കോമ്പസ് കൂടെ വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഓരോന്നായി വായിച്ചു നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ദ ബാറ്ററി ഈസ് നോട്ട് കണക്റ്റഡ് പ്രോപ്പർലി ഇൻ ദ സർക്യൂട്ട്. എന്താ പറഞ്ഞത്, ദ ബാറ്ററി ഈസ് നോട്ട് കണക്റ്റഡ് പ്രോപ്പർലി ഇൻ ദ സർക്യൂട്ട്. നമുക്ക് നോക്കാം, ബാറ്ററി എന്താണ്, അവിടെ പ്ലസും കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, പ്ലസും മൈനസും, പ്ലസ് മൈനസ് ഈ ഓർഡറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ബാറ്ററി കണക്ട് ആക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്ലസും എന്നാണ് കണക്ട് ചെയ്തത്, വിച്ച് മീൻസ് ബാറ്ററിയുടെ അറേഞ്ച്മെന്റ് തെറ്റാണ്. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിക്കണേ, ദ ബാറ്ററി ഈസ് നോട്ട് കണക്റ്റഡ് പ്രോപ്പർലി എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് നമ്മളോട് ചോദിച്ച സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെ ബാറ്ററി നോട്ട് പ്രോപ്പർലി കണക്റ്റഡ് അല്ലേ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇത് ആക്ച്വലി ഇൻകറക്റ്റ് അല്ല, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇവിടെ അവർ ചെയ്തിട്ടുള്ള എന്താണ്, ബാറ്ററി ഇൻകറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി നോക്കാം, വെൻ കോമ്പസ് ഈസ് കെപ്റ്റ് നിയർ ടു ദ സർക്യൂട്ട് ഇറ്റ് വിൽ നോട്ട് ഷോ ഇൻ ഡിഫ്ലക്ഷൻ. കോമ്പസ് സർക്യൂട്ടിന്റെ നിയർ ബൈ വെച്ച സമയത്ത് അത് ഡിഫ്ലക്ഷൻ കാണിക്കില്ല എന്നാണ് പറയുന്നത്. കാണിക്കുമോ? ഇല്ല. കാരണം എന്താ, ഇവിടെ ബാറ്ററിയുടെ അറേഞ്ച്മെന്റ് തെറ്റല്ലേ. ബാറ്ററിയുടെ അറേഞ്ച്മെന്റ് തെറ്റാണെങ്കിൽ പിന്നെ കറണ്ട് പാസ് ചെയ്താലല്ലേ കണ്ടക്ടർ മാഗ്നറ്റ് ആവുള്ളൂ, മാഗ്നറ്റിക് എഫക്ട് കാണിക്കത്തുള്ളൂ. മാഗ്നറ്റിക് എഫക്ട് കാണിച്ചാലല്ലേ കോമ്പസ് ഡിഫ്ലക്ഷൻ നടക്കുള്ളൂ. ഇവിടെ കറണ്ട് പാസ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താ, ബാറ്ററിയുടെ അറേഞ്ച്മെന്റ് തെറ്റിപ്പോയി, സെല്ലുകളുടെ അറേഞ്ച്മെന്റ് തെറ്റിപ്പോയി. സോ എന്താണ്, ഡിഫ്ലക്ഷൻ കാണിക്കൂല. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആക്ച്വലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ദ ഗിവൺ നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ്, ദ ഗിവൺ സർക്യൂട്ട് ബൾബ് വിൽ നോട്ട് ഗ്ലോ. ബൾബ് എന്ത് ചെയ്യുന്നില്ല, കത്തുന്നില്ല എന്നാ പറയുന്നത്. ഓഫ് കോഴ്സ് ബൾബ് കത്താൻ പോകുന്നില്ല. കാരണം എന്താ, ഇവിടെ ബാറ്ററിയുടെ അറേഞ്ച്മെന്റ് തന്നെ തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ടിനകത്ത് കറണ്ട് പാസ് ചെയ്യില്ല. സോ നിങ്ങൾ മനസ്സിലാക്കണം, ബൾബ് എന്ത് ചെയ്യില്ല, കത്തില്ല. സോ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഡ്യൂ ടു ദ, അങ്ങനെയാണ് നാലാമത്തെ ഓപ്ഷൻ വായിക്കാം, ഡ്യൂ ടു ബാറ്ററി ഇൻ ദി സർക്യൂട്ട് കണക്റ്റിംഗ് വയർ ബിഹേവ് ആസ് എ മാഗ്നറ്റ്. അവർ പറയുന്നു ബാറ്ററി കാരണം ഇതിനകത്തുള്ള കണക്റ്റിംഗ് വയർ മാഗ്നറ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു അവർ പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ വീണ്ടും പറയാണ്, ഇതിനകത്ത് പ്ലസും വന്നു. അങ്ങനെയാണെങ്കിൽ സെല്ലിന്റെ അറേഞ്ച്മെന്റ് തെറ്റി. അങ്ങനെയാണെങ്കിൽ കറണ്ട് പാസ് ചെയ്യുമോ? ഇല്ല. കറണ്ട് പാസ് ചെയ്തിട്ടില്ല എങ്കിൽ മാഗ്നറ്റിക് എഫക്ട് കാണിക്കുമോ? ഇല്ല. മാഗ്നറ്റിക് എഫക്ട് കാണിക്കില്ലല്ലോ. പക്ഷെ ഇവരെന്താ പറഞ്ഞേ, ഡ്യൂ ടു ദ ബാറ്ററി ഇൻ ദി സർക്യൂട്ട് കണക്റ്റിംഗ് വയർ ബിഹേവ് ആസ് എ മാഗ്നറ്റ്. കണക്റ്റീവ് വയർ മാഗ്നറ്റ് ആവുന്ന അവർ പറഞ്ഞു, വിച്ച് മീൻസ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ബാറ്ററി അറേഞ്ച് ചെയ്ത സമയത്ത് പ്ലസ് മൈനസ് ഈ രീതിയിലായിരിക്കണം സെല്ലുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. ആൻഡ് ഒരുപാട് സെല്ലുകൾ അറേഞ്ച് ചെയ്ത സമയത്താണ്, ഒരുപാട് അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ സെല്ലുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഒരു ബാറ്ററി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസെപ്റ്റ് പഠിക്കാം. ഒരു കോൺസെപ്റ്റ് എന്താണ്, ഓപ്പൺ സർക്യൂട്ട്, അതുപോലെ ക്ലോസ്ഡ് സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് എന്താ, ക്ലോസ്ഡ് സർക്യൂട്ട് എന്താ? നിങ്ങൾ ഒരു സർക്യൂട്ട് വരച്ചിട്ട് അതിനകത്ത് കീ അഥവാ സ്വിച്ച് ഓഫ് ആണെങ്കിൽ, വിച്ച് മീൻസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ സർക്യൂട്ട് വരയ്ക്കുകയാണ്.
ആൻഡ് ഇവിടെ ഞാൻ എന്ത് വരച്ചു, ഒരു കീ വരച്ചു ആൻഡ് ഇവിടെ ഒരു സെല്ല് കൂടെ ആഡ് ചെയ്തു. ഓക്കെ, സോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് എന്ത് പോകും, കറണ്ട് പാസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ പോസിറ്റീവ്, വലിയതാണ് പോസിറ്റീവ് ആൻഡ് ചെറുതാണ് നെഗറ്റീവ്. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്യും. സോ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ വരും. ആൻഡ് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ഇവിടെ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. വിച്ച് മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ടിന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, പേര് പറയുന്ന പോലെ ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, ഓപ്പൺ സർക്യൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫുൾ ആയിട്ട് പാസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണ്, ക്ലോസ്ഡ് സർക്യൂട്ട്. ഇൻ കേസ് ഈ സ്വിച്ച് എന്താണ്, സ്വിച്ച് ഇങ്ങനെ ക്ലോസ്ഡ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കറണ്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യും. അപ്പോൾ എന്താണ്, ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ബൾബ് വിൽ ഗ്ലോ. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, 4 സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഏതിലാണ് ബൾബ് ഗ്ലോ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ആൻഡ് ഇതാണ് നമ്മുടെ നെഗറ്റീവ്. സോ ഞാൻ പറഞ്ഞു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. സോ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന നോക്കുന്ന സമയത്ത് കറണ്ടിന് എന്ത് ചെയ്യാം, ഇങ്ങനെ പോകാം, അതല്ലേൽ ഇതുവഴി പാസ് ചെയ്യാം. സോ നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ട് എന്താണ്, ആക്ച്വലി മടിയനാണ്. കറണ്ടിന് മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഇതിലൂടെ പോകാമല്ലോ, അതല്ലെങ്കിൽ ഇതിലൂടെ പോകാം. പക്ഷേ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ, താഴെയിലൂടെ പോയി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, താഴെയുടെ പോയി കഴിഞ്ഞാൽ അവിടെ ബൾബ് കത്തിക്കണ്ടേ. ഞാൻ എന്തിനാ അവിടെ പോയിട്ട് വെറുതെ ബൾബ് കത്തിക്കുന്നത്, അതിലൂടെ പോണ്ടാന്ന് കറണ്ട് വിചാരിക്കും. അങ്ങനെ കറണ്ട് ആക്ച്വലി പോകുന്നത് എങ്ങനെയായിരിക്കും, കറണ്ട് ഇങ്ങനെ വരും ആൻഡ് ഇങ്ങനെ പോകും ആൻഡ് ഇങ്ങനെ വരും. അങ്ങനെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് എത്തും. താഴെയുള്ള ബൾബിനെ കറണ്ട് മൈൻഡ് ആക്കില്ല. കാരണം താഴെ പോകാൻ കറണ്ടിന് മടിയാണ്, കറണ്ടിന് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കറണ്ടിന് ഒരു റെസിസ്റ്റൻസ് അവിടെ കിട്ടും. സോ കറണ്ട് ചൂസ് ചെയ്യുന്ന പാത്ത് മുകളിലെ പാത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ബൾബ് ആക്ച്വലി കത്തില്ല. നിങ്ങൾ ഈ കോൺസെപ്റ്റ് തറവാക്കി മനസ്സിലാക്കണം. അവിടെ എന്തായാലും പോകുന്നില്ല, ബൾബ് കത്താൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. അല്ല, ഓപ്ഷൻ എ എന്തെങ്കിലും പോകുന്നില്ല, ബൾബ് കത്താൻ പോകുന്നില്ല. ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി നോക്കുന്ന സമയത്ത് കറണ്ട് പ്ലസ് ആണ്, പ്ലസിൽ നിന്ന് മൈനസിലോട്ട് പോകുമേ. സോ പ്ലസിൽ നിന്ന് വന്നു, താഴോട്ട് വന്ന സമയത്ത് ഇങ്ങനെ നോക്കി, ഷടാ അവിടെ എന്താണ്, ഓഫാണ്, സ്വിച്ച് ഓഫ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, കാരണം നേരെ താഴോട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ആൻഡ് താഴോട്ട് പോകും. അവിടെ സ്വിച്ച് ഇട്ടിട്ടുണ്ട് അല്ലേ, ഇവിടെ കണക്റ്റഡ് ആണല്ലോ, വിച്ച് മീൻസ് അവിടെ സ്വിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം നേരെ പോകും. ബൾബ് കത്തി നേരെ തിരിച്ചു വരും, നെഗറ്റീവിലോട്ടെത്തും. വിച്ച് മീൻസ് അവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ബൾബ് കത്തുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ബൾബ് വിൽ ഗ്ലോ. ഏതിനകത്താണ് ബൾബ് കത്താൻ പോകുന്നത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ കിട്ടിയേ. ഓപ്ഷൻ സിയും ഡിയും ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. സോ ഓപ്ഷൻ സി നോക്കുകയാണെ, ഫസ്റ്റ് പ്ലസ് ഇവിടെ ഉണ്ട്, നെഗറ്റീവ് ഇവിടെ ഉണ്ട്. സോ പ്ലസിൽ നിന്ന് കറണ്ട് വന്നു, താഴോട്ട് ഇങ്ങനെ വന്നു, ഷടാ അവിടെ സ്വിച്ച് ഓപ്പൺ ആണ്, വിച്ച് മീൻസ് കീ ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആണ്. കറണ്ട് അപ്പുറത്ത് പോകാൻ പറ്റുമോ, ഇങ്ങോട്ട് പോകാൻ പറ്റുമോ, ഇല്ല. ചാടാനുള്ള കഴിവൊന്നും കറണ്ടിനില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് തിരിച്ചു വരും ആൻഡ് അടിയിലൂടെ പോകാമെന്ന് വിചാരിക്കും. ഓക്കെ, ഫസ്റ്റ് ബൾബ് എത്തി, സെക്കൻഡ് ബൾബ് എത്തി ആൻഡ് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള പാത്ത് സെയിം എവിടെക്കാ പോകുന്നത്, സ്വിച്ചിലോട്ട് തന്നെ പോകുന്നത്. സ്വിച്ച് ഇട്ടിട്ടുണ്ടോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ ബൾബ് കത്തോ, കാരണം സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് എത്തിക്കഴിഞ്ഞാൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ, ഓപ്ഷൻ ബി ആണെന്ന് കിട്ടി. ഇതെന്താണ്, തെറ്റാണ്. സോ സി കത്തില്ല. ഡി കൂടെ നോക്കാമേ. ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. വീണ്ടും പറയുന്നില്ല, താഴോട്ട് വന്നേ, ഫസ്റ്റ് ബൾബിലോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞു. അവിടെ പോകുന്ന സമയത്ത് സ്വിച്ച് ഇട്ടിട്ടില്ല. ഞാൻ സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ, അല്ല. അപ്പോൾ നെഗറ്റീവിലോട്ട് എത്തുമോ, ഇല്ല. അപ്പോൾ ആ വഴി പറ്റില്ല. അടുത്ത വഴി നോക്കി, ആ വഴിയും സെയിം സ്ഥലത്തോട്ട് എത്തുന്നു. വിച്ച് മീൻസ് അവിടെയും ക്ലോസ്ഡ് സർക്യൂട്ട് അല്ല, ഓപ്പൺ സർക്യൂട്ട് ആണ്. പ്ലസിൽ നിന്ന് മൈനസ് ടെർമിനോട്ട് കറണ്ട് എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി തന്നെയാണ്. ഡിനകത്തും ബൾബ് കത്താൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് എന്താ, ഓപ്പൺ സർക്യൂട്ട് എന്താ, ക്ലോസ്ഡ് സർക്യൂട്ട് എന്താന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഷോർട്ട് സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ എന്താ മനസ്സിലാക്കാം, ഓപ്പൺ എന്താ, ക്ലോസർ എന്താന്ന് മനസ്സിലാക്കാം. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുണ്ട്, 1ഉം 2ഉം വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഇതാണ്, ആൻ ഇലക്ട്രിക് ബൾബ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ലൈറ്റ്. അല്ലേ, ബൾബ് എന്തിനാ ഉപയോഗിക്കുന്നത്, ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. ശരിയാണേ. ബട്ട് ഇറ്റ് ഓൾസോ ഗീവ്സ് ഔട്ട് ഹീറ്റ്. അതെന്ത് ചെയ്യുന്നു, ഹീറ്റും തരുന്നു എന്ന് പറയുന്നു. ശരിയല്ലേ.
ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് മാത്രമാണോ? അല്ല, ഇത് അവിടെ എനിക്ക് 2 ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, പക്ഷെ ആക്ച്വലി എൻ്റെ ഇവിടെയും 2 ലൈറ്റ്സ് ഉണ്ട്. ആൻഡ് ആ 2 ലൈറ്റ് എനിക്ക് ലൈറ്റ് കിട്ടുന്നതിന് പോകുമ്പോൾ കുറച്ച് ചൂടടിക്കുന്നുണ്ട്, വിച്ച് മീൻസ് അവിടെ ലൈറ്റ് മാത്രമല്ല ഹീറ്റും കൂടെ ഉണ്ടാകുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാവേ. ദ ഫിലമെന്റ് ടൈപ്പ് ഇലക്ട്രിക് ബൾബ്, ഫിലമെന്റ് ടൈപ്പ് നമ്മുടെ പഴയ ബൾബ് ഇൻകാൻഡിസെന്റ് ടൈപ്പ് ബൾബാണ്. ഫിലമെന്റ് ടൈപ്പിനെ ഇൻകാൻഡിസെന്റ് എന്ന് പറയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ വീട്ടിൽ കാണുന്നില്ല, അത് LED ബൾബ് ആയിരിക്കും, പഴയ ടൈപ്പ്, ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ടൈപ്പ്, അതാണ് ഫിലമെന്റ് ടൈപ്പ് ബൾബ്. ആ ബൾബ് ആർ നോട്ട് പവർ എഫിഷ്യന്റ്. അതെന്തല്ല പവർ എഫിഷ്യന്റ് അല്ല, കാരണം എന്താ, അതിനകത്ത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മുട്ട പൊരിക്കാം, അത്രയും ചൂടുണ്ടാവും അതിനകത്ത്. അതിന് ലൈറ്റ് അല്ല മെയിനായിട്ട് വരുന്നത്, ഹീറ്റ് ആയിരിക്കും അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പക്ഷെ പഴയ കാലത്തല്ലേ, നമ്മളിപ്പോൾ ജനറേഷൻ മാറിയെങ്കിൽ പോലും പഴയ കാലത്തുള്ള ഫിലമെന്റ് ബൾബ് എന്ത് ചെയ്യുന്നില്ല, പവർ എഫിഷ്യന്റ് അല്ല എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറയുന്നു ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്ന് പറയുന്നു. ട്രൂ ആണ്, പക്ഷേ ബാക്കി കൂടെ വായിച്ചു നോക്കാം. ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവും? സ്റ്റേറ്റ്മെന്റ് 1 എന്തായിരുന്നു? ലൈറ്റ് എന്താണ്, ബൾബ് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഹീറ്റ് തരുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? ഫിലമെന്റ് ബൾബ് എന്തായിരുന്നല്ല, പവർ എഫിഷ്യന്റ് അല്ല. ഇതെങ്ങനെ ശരിയാവും? ഹീറ്റ് ഉണ്ടാക്കുന്നത് ആക്ച്വലി അവിടുത്തെ റെസിസ്റ്റൻസ് കാരണം, അതല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ടങ്സ്റ്റൺ ഫിലമെന്റ് പഠിച്ചിട്ടില്ലേ, അത് കാരണമല്ല. അല്ലാതെ മറ്റേ ബൾബ് ഇൻകാൻഡിസൻ ബൾബ് പവർ എഫിഷ്യന്റ് ആയതാണോ? അല്ല, അതല്ല റീസൺ. സോ ബി നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, അത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി എന്താ അറിയേണ്ടത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നു. അങ്ങനെയാണ് ഉറപ്പിച്ചില്ലേ? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. സി ഉണ്ടോ നോക്കാം, വെറുതെ ചുമ്മാ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അവർ പറയുന്നു സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫാൾസ് ആണ്. തെറ്റല്ലേ? സ്റ്റേറ്റ്മെന്റ് 2 ഫാൾസ് അല്ലല്ലോ, അത് കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് ഇതെന്തല്ല, കറക്റ്റ് അല്ല. ഒന്നും കൂടെ നോക്കാം. ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്ന് പറയുന്നു. അതും എന്തല്ല, ആക്ച്വലി കറക്റ്റ് അല്ല. കാരണം എന്താ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു, അല്ലെങ്കിൽ മനസ്സിലാക്കി. ഇങ്ങനെയാണ് ഇതല്ല. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഞാനെങ്കിൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ഈസി അല്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ അല്ല, അടുത്ത കോൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് സിമ്പിൾസ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് വരും, ചിത്രങ്ങൾ കാണിച്ചു തന്നിട്ട്, ഫിഗർ കാണിച്ചു തന്നിട്ട് അതിന്റെ സിമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇലക്ട്രിക് സെൽ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? ഒരു വലിയ വര, ഒരു ചെറിയ വര. വലുതെന്താണ്? പ്ലസ് ആണെന്ന് ഞാൻ പറഞ്ഞു, വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലെന്നേ. ആൻഡ് അടുത്ത എന്താണ്? നെഗറ്റീവ് ആണ്. ആൻഡ് ഇതാണ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ബാറ്ററി ഞാൻ പറഞ്ഞു, 2 അതിൽ കൂടുതൽ സെൽസോ കണക്ട് ചെയ്താലാണ് നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുന്നത്, ഒരു ബാറ്ററി കിട്ടുന്നത്. മനസ്സിലാക്കാം. നിങ്ങൾ ഷോപ്പിനകത്ത് പോയിട്ട് റിമോട്ട് കാർ അല്ല, ഏതാണ് മറ്റേ നമ്മുടെ TV റിമോട്ടിനകത്തോട്ട് നിങ്ങൾ എന്താ പോയി ആക്ച്വലി ചോദിക്കുന്നത്? ചേട്ടാ എനിക്ക് 2 ബാറ്ററി വേണം. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് 2 ബാറ്ററി അല്ല കിട്ടുന്നത് തന്നെ, നിങ്ങൾക്ക് 2 സെല്ലാണ് തരുന്നത്. കാരണം ആ 2 സെല്ലുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ബാറ്ററി ആണെന്ന്. പക്ഷേ സിംഗിൾ ആയിട്ട് കിട്ടുന്നത് എന്താണ്? സെല്ലാണ്. അത് മനസ്സിലാക്കി വെക്കണം. സോ ഇതെന്താണ്? ബാറ്ററി കിട്ടി. ആൻഡ് ഇവിടെ എന്താണ്? ആദ്യം ഒരു സെല്ല് വരച്ചു, ഫസ്റ്റ് സെല്ല് വരച്ച് അതിനകത്തോട്ട് ഒരു സെല്ല് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബാറ്ററി കിട്ടും. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ അതും വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ബാറ്ററി റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? ഇവിടെ ബൾബ് തന്നിട്ടുണ്ട്. ബൾബിനെ നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾ സ്കൂളിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഇതും ബൾബിന്റെ സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ബൾബ് ഗ്ലോ ചെയ്താൽ, ബൾബ് ലൈറ്റ് തരുന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ബൾബ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതേ സിമ്പിൾ വരക്കും. അതിന്റെ മുകളിൽ ഇതാ 1 വര 2 വര അങ്ങനെ എന്ത് ചെയ്യും? ഒരു 3-4 വരകൾ അങ്ങ് വരച്ചു വെക്കും. വിച്ച് മീൻസ് കത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതല്ല നമ്മൾ ഈ സിമ്പിളിനകത്ത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അത് ആദ്യം ബൾബ് വരക്കുന്നു. ആൻഡ് ഇവിടെ എങ്ങനെ എന്താ പറയുന്നത്? മുടിയല്ല കേട്ടോ, എന്താണ് ഇത്? വര വരച്ചു കൊടുക്കുന്നു. കഴിഞ്ഞു. ആൻഡ് അടുത്തത് സ്വിച്ച് ഇൻ ദ ഓൺ മോഡ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ, ഇത് ഞാൻ കാണിച്ചു തന്നാൽ അല്ലേ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നേരെ വരച്ചു കൊടുത്താൽ മതി. അതെന്താണ്? സ്വിച്ച് ഇട്ടു. അതല്ല സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി കൊടുക്കും. അത് ഈസിയാണ് അല്ലേ. ആൻഡ് അടുത്ത് എന്താണ്? ബസറാണ്. നമ്മളെ ബീപ് സൗണ്ട് തരൂല്ലേ, ആ സാധനം. അത് ബസർ എന്താണ്? ഇങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം. ഇലക്ട്രിക് ഫ്യൂസ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് ഇപ്പോൾ എന്ത് ചെയ്യാം? അറിഞ്ഞിരിക്കാം. അതിനെ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ആൻഡ് കണ്ടക്ടർ വയറിനെ ജസ്റ്റ് ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി, അത് അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. സോ അത് മനസ്സിലാക്കി വെക്കുക. ഞാൻ അവിടെ വൃത്തികേടാക്കുന്നില്ല. സോ അതും കൃത്യമായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം.
അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഇലക്ട്രിസിറ്റി ചാപ്റ്ററിനകത്ത് അടുത്ത ടോപ്പിക് എന്താണ്? കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടർ എന്താ, ഇൻസുലേറ്റർ എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നേ, ഒന്നുകൂടെ പറഞ്ഞുതരാം. സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കാൾഡ് കണ്ടക്ടേഴ്സ്. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? കണ്ടക്ടേഴ്സ് പറയും. ആൻഡ് ഓർത്തിരിക്കണേ, മെറ്റൽസ് എന്താണ്? മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സ് ആണ്. മെറ്റൽസ് എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് അടുത്തത് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത ആൾക്കാർ എന്ത് പറയും? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. എളുപ്പമാണ്, ഒന്നും പഠിക്കാനല്ലെന്നേ, വെറുതെ നമ്മൾ എന്താണ് ഇതെല്ലാം അറിയുന്ന കാര്യങ്ങൾ, എല്ലാം ജനറൽ നോളജാ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സിന് ഉദാഹരണം വേണ്ടേ? പ്ലാസ്റ്റിക് എന്താണ്? പ്ലാസ്റ്റിക്. അതല്ലെങ്കിൽ റബ്ബർ. റബ്ബർ എന്താണ്? റബ്ബർ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. അതെന്ത് ചെയ്യാം? അറിഞ്ഞിരിക്കാം. ഓക്കെ, നിങ്ങൾ വീടിനകത്ത് ഇപ്പോൾ ഇലക്ട്രീഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയർ കണ്ടിട്ടുണ്ടാവില്ലേ? ഏത്? നമ്മുടെ യെല്ലോ റെഡ് കളേഴ്സിനകത്തുള്ള വയർ. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? അകത്ത് എന്തുണ്ടാവും? കോപ്പർ വയർ ഉണ്ടാവും. പുറത്ത് എന്തുണ്ടാവും? ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും. എന്തിനാ? അതിനെ നേരെ പോയി പിടിച്ചു കഴിഞ്ഞ് കറണ്ട് അടിക്കാതിരിക്കാനാണ് ആക്ച്വലി പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുക്കുന്നത്. അകത്തൂടെ എന്തുണ്ടാവും? കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. നേരെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് അവിടെ കോട്ടിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ, പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഷോക്ക് അടിച്ച് അപ്പോൾ തീർന്നേനെ. പക്ഷേ ഇപ്പോൾ എന്തുണ്ട്? നമ്മുടെ റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ കോട്ടിംഗ് ഉണ്ട്, വിച്ച് ഈസ് പ്ലാസ്റ്റിക്. അത് എന്ത് ചെയ്യും? ഇൻസുലേറ്റേഴ്സ് ആണ്. അത് കറണ്ടിനെ പാസ് ചെയ്യില്ല എന്ന് അറിഞ്ഞിരിക്കാം. ജിക്കാണ്, ഒന്നുമില്ല, വെറുതെ പറഞ്ഞെന്ന് മാത്രം. സോ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് അറിയോ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. 4 ഒബ്ജക്ട്സ് ആർ ടെസ്റ്റഡ് ഇൻ സെയിം സർക്യൂട്ട്. ഒരു സർക്യൂട്ട് ഉണ്ട്, അതിനകത്ത് 4 ഒബ്ജക്ട്സ് എന്ത് ടെസ്റ്റ് ചെയ്തു, വെറുതെ ടെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദ ബൾബ് ഗ്ലോ വിത്ത് പി ആൻഡ് ക്യൂ ബട്ട് നോട്ട് വിത്ത് ആർ ആൻഡ് എസ്. 4 ആൾക്കാരുണ്ട്. പി എഴുതിയേക്കാട്ടോ. പി, പിന്നെ ക്യൂ, പിന്നെ ആർ, പിന്നെ എസ്. പിയും ക്യൂ ഉപയോഗിച്ച സമയത്ത് ഒരു സർക്യൂട്ട് ഉണ്ട്, അതിനകത്ത് ഒരു ബൾബ് ഉണ്ട്. ഇനി പി അതിനകത്ത് എന്തായി? മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചു. അപ്പം എന്താ പറയുന്നത്? ബൾബ് ഗ്ലോ, ബൾബ് കത്തി. അതുപോലെ ക്യൂ ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു? ബൾബ് കത്തി. ആൻഡ് ആറും എസ് ഉപയോഗിച്ച സമയത്ത് ബൾബ് കത്തിയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, പിയും ക്യൂവും ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്തു, വിച്ച് മീൻസ് അതെന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് ആറും എസും എന്താണ്? ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്തില്ല, അത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഐഡിയ കിട്ടിയില്ലേ? ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ലേറ്റർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ക്യൂ ഈസ് കോട്ടഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് പ്ലാസ്റ്റിക്. ക്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോപ്പർ വയറിന്റെ പുറത്ത് ഒരു എന്താ പറയാ, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും അതെന്താ? പ്രിവെൻഷൻ ആണ്. എന്ത്? കറണ്ട് അടിക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്ത് ചെയ്തിട്ടുണ്ട്? ലെയർ ഓഫ് പ്ലാസ്റ്റിക് കൊണ്ട് ക്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? കോട്ട് ചെയ്തിട്ടുണ്ട്, പുറത്തൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? വായിച്ചു നോക്കാം. ദ കോർ ഓഫ് ക്യൂ ഈസ് ലൈക്ലി എ കണ്ടക്ടർ. ക്യൂവിന്റെ കോർ കണ്ടക്ടർ ആണ്. അതല്ലേടാ നമ്മൾ ആദ്യം പറഞ്ഞത്. പിയും ക്യൂവും കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ ബൾബ് ഗ്ലോ ചെയ്തത് അല്ലേ? അത് മാത്രമല്ല, നമ്മൾ വേറെ അടുത്ത സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ഫൗണ്ട് ക്യൂ ഈസ് കോട്ടഡ് വിത്ത് തിൻ ലെയർ ഓഫ് പ്ലാസ്റ്റിക്. ക്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് അതിന്റെ അകത്ത് എന്താണ്? കണ്ടക്ടർ ആണ്. പുറത്ത് മേ ബി ഇൻസുലേറ്റർ ആയിരിക്കും. മേ ബി ഇൻസുലേറ്റർ അല്ല, പ്ലാസ്റ്റിക് ഇൻസുലേറ്റർ ആണ്. സോ അകത്ത് എന്താണ്? കണ്ടക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ കോർ ഓഫ് ക്യൂ എന്താണ്? കണ്ടക്ടർ ആണ്. അടുത്ത ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ദ കോർ ഓഫ് ക്യൂ ഇസ് ഡെഫിനിറ്റ്ലി ഇൻസുലേറ്റർ. കോർ ഓഫ് ക്യൂ എന്താണ്? ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? കോർ ഓഫ് ക്യൂ ഇൻസുലേറ്റർ ആണെങ്കിൽ ബൾബ് കത്തുമോ? ഇല്ല. ഇൻസുലേറ്റർ കറണ്ടിനെ പാസ് ചെയ്യോ? ഇല്ല. ഇൻസുലേറ്റർ ആണെങ്കിൽ പറ്റില്ലല്ലോ, കണ്ടക്ടർ ആണെങ്കിലല്ലേ പറ്റുള്ളൂ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. സിയും ഡിയും വെറുതെ വായിച്ചു നോക്കാന്നേ, ചുമ്മാ ജസ്റ്റ് വായിച്ചു നോക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇൻക്രീസസ് കണ്ടക്ടിവിറ്റി. തെറ്റല്ലേ? പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇൻക്രീസസ് കണ്ടക്ടിവിറ്റി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിനകത്തുള്ള മറ്റേ വയർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ തീരുമോ? ഇല്ല. അപ്പോൾ ഷോക്ക് അടിക്കോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടിവിറ്റി കൂട്ടോ? ഇല്ല. കുറക്കല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതും തെറ്റാ. അതും തെറ്റ്. വെട്ടേണ്ട കാര്യമില്ല. ഓക്കെ, അതും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷനും കൂടെ നോക്കാം. ക്യൂ കനോട്ട് ബി യൂസ് ഇൻ ഇലക്ട്രിക് വയേഴ്സ്. ഇലക്ട്രിക് വയറിനകത്ത് ക്യൂ ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്ത് തേങ്ങ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ശരിയാവും. ക്യൂ അല്ലേ കണ്ടക്ടർ, കണ്ടക്ടേഴ്സ് അല്ലേ ഇലക്ട്രിക് വയർസിനകത്ത് വേണ്ടത്. അങ്ങനെയാണ്, അതും തെറ്റാണ്. ഓപ്ഷൻ എ തന്നെയാണ്. നമ്മളത് ഓൾറെഡി കിട്ടി, വെറുതെ വായിക്കാലേ. എന്നാലെന്താ? പഠിച്ചില്ലേ? അത് മതി. സോ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് വാട്ടർ ഈസ് ഓഫൺ കോൾഡ് ആൻ ഇൻസുലേറ്റർ. പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണ്? ഇൻസുലേറ്റർ ആണെന്ന് പറയുന്നു. യെറ്റ് ടാപ്പ് വാട്ടർ. ഏത് ടാപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് വരുന്ന വെള്ളം, കിണറിന് വരുന്ന വെള്ളം, അതാണ് ഉദ്ദേശിച്ചത്. കണ്ടക്ടർസ് ഇലക്ട്രിസിറ്റി. ടാപ്പ് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് ആക്യുറേറ്റ് റീസൺ ഇസ്. ഇതിനുള്ള റീസൺ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വീടിനകത്ത് ടാപ്പ് എന്ന് പറയുന്ന വെള്ളം വരുന്നത് ഒബ്വിയസ്ലി വെല്ലുന്നായിരിക്കും അല്ലേ? കിണർ. അങ്ങനെയാണെങ്കിൽ ആ കിണറിനകത്തുള്ള വെള്ളം പ്യുവർ ആണോ?
ഒബ്വിയസ്ലി അല്ല. അതിനകത്ത് ഫുൾ കണ്ടാമിനൻസ്, മിനറൽസ്, ഇതല്ലെങ്കിൽ എന്തായിട്ടും ഫ്രീ അയോൺസ് പറഞ്ഞ സാധനം ഉണ്ടാവും. ഫ്രീ അയോൺസ് എന്താ നിങ്ങൾ എന്ത് ചെയ്യും പഠിക്കുന്നതാണ് എങ്കിൽ പോലും അറിഞ്ഞിരിക്കുക. കണ്ടാമിനൻസ് അല്ലെങ്കിൽ കണ്ടാമിനൻസ് മാത്രമല്ല മിനറൽസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ എന്തുണ്ടാവും അതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് H2O മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ മാത്രം ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫ്രീ അയോൺസ് വേണം. ഈ ഫ്രീ അയോൺസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് കണ്ടക്ടർ ആണ്, ഇല്ലെങ്കിൽ എന്താണ്? ഇൻസുലേറ്റർ ആണ്. വെള്ളം ഇനി ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വെൽ വാട്ടർ ഉണ്ടല്ലോ, കിണർന്ന് കിട്ടുന്ന വെള്ളം, അതൊരു മെഷീൻ ഉണ്ട്, ഡി അയോണൈസർ എന്നൊക്കെ പറയും. ആ മെഷീനകത്തോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? പ്യുവർ ആയിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആയി മാറും. വിച്ച് മീൻസ് അതിനകത്ത് പിന്നെ ഒരു ഫ്രീ അയോൺ ഉണ്ടാവില്ല. ഒറ്റ ഫ്രീ അയോൺ ഇല്ലെങ്കിൽ അതെന്താണ്? ഇൻസുലേറ്റർ ആണ്. കണ്ടക്ടർ ആണോ? അല്ല. കാരണം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ ഫ്രീ അയോൺസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഫ്രീ അയോൺസ് ഇല്ല എങ്കിൽ അതെന്താണ്? ഇൻസുലേറ്റർ ആണെന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. ആക്യുറേറ്റ് റീസൺ ആണ് ചോദിച്ചത്. ടാപ്പ് വാട്ടർ ഈസ് വാമർ. ടാപ്പ് വാട്ടർ ചൂടാണെന്നോ? എന്താ പറയുന്നില്ലേ? അതല്ല. ഓക്കെ, അപ്പോൾ അതല്ല, തെറ്റി. ഡിസോൾവ്ഡ് സോൾട്ട് ഇൻ ടാപ്പ് വാട്ടർ പ്രൊവൈഡ് ഫ്രീ അയോൺസ് ആസ് ചാർജ് കാരിയേഴ്സ്. ഞാൻ പറഞ്ഞു ഡിസോൾവ്ഡ് സോൾട്ട് അല്ലെങ്കിൽ മിനറൽസ് ഈ ടാപ്പ് വാട്ടറിനകത്ത് അത് ശുദ്ധമായിട്ടുള്ള വെള്ളമെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് അതിനകത്ത് എന്തുണ്ടാവും? ഫ്രീ അയോൺസും അതുപോലെ തന്നെ സോൾട്ടുകളും ഉണ്ടാവും. എന്തൊക്കെയുണ്ടാവും? മഗ്നീഷ്യം പോലത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അതെന്ത് ചെയ്യും? കറണ്ടിനെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. അതുകൊണ്ടാണ് ടാപ്പ് വാട്ടർ എന്ത് ചെയ്യുന്നത്? കണ്ടക്ടർ ആവുന്നത്. നിങ്ങൾ റോഡിനോടൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല, ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിസിറ്റി വയർ കൂടെ താഴത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചവിട്ടിയാൽ കറണ്ട് അടിക്കും. വിച്ച് മീൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മിനറൽസ് അല്ലെങ്കിൽ സോൾട്ട്സ് അല്ലെങ്കിൽ കണ്ടാമിനൻസ് ഉണ്ട്, ഫ്രീ അയോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്, അത് കണ്ടക്ടറായി ആക്ട് ചെയ്യുന്നത്, ഷോക്ക് അടിക്കുന്നത്. ഇൻ കേസ് ഇതൊരു ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരുന്നു എന്ന് കരുതുക. ഇത് ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരുന്നുവെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല. അതെന്താണ്? ഇൻസുലേറ്റർ ആണ്. വിച്ച് മീൻസ് ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ടാപ്പ് വാട്ടർ എന്താണ്? കണ്ടക്ടർ ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഇൻസുലേറ്റർ ആണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. പ്യുവർ വാട്ടർ ഹാസ് മോർ ഇലക്ട്രോൺസ്. അതല്ല. ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് ഡെൻസർ. അതുമല്ല ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത പോർഷനിലോട്ട് പോകാം. ഹീറ്റിംഗ് എഫക്റ്റ്. ഞാൻ നേരത്തെ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇവിടെയാണ് സേഫ്റ്റി ഫ്യൂസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. വെൻ ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ത്രൂ എ വയർ, ഒരു വയറിനകത്തൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ് ഹീറ്റഡ്. അതെന്താവും? ഹീറ്റ് ആവും. ദിസ് ഈസ് നോൺ ആസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ശരിയല്ലേ? ഇത് തന്നെയല്ലേ നമ്മുടെ അയൺ ബോക്സിനകത്ത് ഉപയോഗിക്കുന്നത്. അയൺ ബോക്സിനകത്ത് എന്തുണ്ട്? നിക്രോം വയേഴ്സ് ഉണ്ട്, നിക്രോം കോയിൽ ഉണ്ട്. നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നിക്രോം എന്താകും? അതിന്റെ ഹൈ റെസിസ്റ്റൻസ് കാരണം അത് ഹീറ്റ് ആവും. അങ്ങനെയാണ് അയൺ ബോക്സ് വർക്ക് ആവുന്നത്. സോ അതാണ് ഹീറ്റിംഗ് എഫക്റ്റ്. ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹീറ്റ് എന്തൊക്കെയാടാ? ഒന്നാമത്തേത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക. കറണ്ട് ഒരു വയറിനകത്തോട്ട് പോകുന്ന സമയത്ത് പോണ്ട എന്ന് പറഞ്ഞ് ഒപ്പോസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? റെസിസ്റ്റൻസ്. ആൻഡ് ഓരോ മെറ്റീരിയലും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് കൂടെ അറിഞ്ഞിരിക്കണം. ആൻഡ് അടുത്തത് എന്താ? ഒബ്വിയസ്ലി കറണ്ട് ആണല്ലേ. ആൻഡ് അടുത്തത് ടൈം. ഇതിനെ പറ്റിയിട്ടുള്ള റിലേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ ഇത്രയും അറിഞ്ഞായിരുന്നാൽ മതിയാകും. സോ ഓപ്ഷൻസ് എല്ലാ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ്, കറണ്ട്, ടൈം. മാത്രമല്ല ഹീറ്റിംഗ് എഫക്റ്റിന്റെ ബേസിലാണ് എന്ത് പഠിക്കുന്നത്? സേഫ്റ്റി ഫ്യൂസ് വർക്ക് ആവുന്നത് എങ്ങനെയാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഇതെന്താണ്? ഇത് നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം. മസ്റ്റ് ആണ്. ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. സേഫ്റ്റി ഫ്യൂസ് വർക്ക് ആവുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് കാരണമാണ്. കാരണം എന്തിനാ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീടിനകത്തുള്ള ഇലക്ട്രിക് അപ്ലയൻസസിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ രീതിയിൽ ഒരു കറണ്ട് ഫ്ലോ വന്നു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു വോൾട്ടേജ് റിഫ്ലക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്താവും? വലിയ രീതിയിൽ കറണ്ട് പാസ്സാവും. ഈ വലിയ രീതിയിൽ കറണ്ട് നേരെ ഉദാഹരണം എന്താ പറയുന്നത്? ഇത് നമ്മുടെ ഇലക്ട്രിക് അപ്ലയൻസ് ആണെന്ന് വിചാരിക്കും. മൗസ് ആണ്, പക്ഷേ ഇത് അയൺ ബോക്സ് ആണെന്ന് ഇമാജിൻ ചെയ്യും. ഓക്കെ, സോ നേരെ കറണ്ട് വരുന്നു, വലിയ കറണ്ട് വന്നു, നേരെ ഈ അയൺ ബോക്സിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അയൺ ബോക്സ് അടിച്ചു പോകും, ഒരു സംശയമില്ല. പക്ഷേ അങ്ങനെ അടിച്ചു പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതിന് മുന്നേ ഒരു സേഫ്റ്റി ഫ്യൂസ് വെച്ച് കൊടുക്കും. ആൻഡ് ആ സേഫ്റ്റി ഫ്യൂസ് ഇപ്പോൾ ഇവിടെ അയൺ ബോക്സ്, ഇത് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ്. ഇവിടെ നിന്ന് കറണ്ട് വരുന്നുണ്ട്. ഇവിടെ ഹൈ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് എന്താവും? മെൽറ്റ് ആകും. മെൽറ്റ് ആയിട്ട് എന്താവും? സർക്യൂട്ട് ബ്രേക്ക് ആവും. സർക്യൂട്ട് ബ്രേക്ക് ആയാൽ എന്താണ്? സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അയൺ ബോക്സ് എന്താവും? സേഫ് ആവും. അങ്ങനെ അയൺ ബോക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ആയിട്ടാണ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ആൻഡ് സേഫ്റ്റി ഫ്യൂസ് ഹീറ്റിംഗ് എഫക്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കാം. ആൻഡ് സേഫ്റ്റി ഫ്യൂസിന്റെ പ്രോപ്പർട്ടി എന്താടാ? അത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. ശരിയല്ലേ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ എന്താവും? നമ്മളിവിടെ സേഫ്റ്റി ഫ്യൂസ് വെച്ചിട്ടുണ്ട്, ഇവിടെ അയൺ ബോക്സ് വെച്ചിട്ടുണ്ട്. ആൻഡ് കറണ്ട് വരുന്നു,
സേഫ്റ്റി ഫ്യൂസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ രീതിയിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഹീറ്റ് ഉണ്ടാവും ഒബിയസ്ലി. ആ ഹീറ്റ് വന്നിട്ട് ഇയാൾ മെൽറ്റായി പോകുന്നില്ല, ഇയാൾ ഇപ്പോഴും സ്ട്രോങ് ആയി ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് ഈ കറണ്ട് നേരെ വരും, ഇതിലൂടെ പോകും, ആൻഡ് നേരെ എവിടെ എത്തും, അയൺ ബോക്സിലെത്തും. അയൺ ബോക്സ് എന്താ അടിച്ചു പോകും. അതിനാണ് ഈ സാധനം ഉള്ളത്. അല്ല ലോ മെൽറ്റിംഗ് പോയിന്റ് ആവണമെന്ന് ഇതിന്. കാരണം കറണ്ട് വരുന്ന സമയത്ത് ഹീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ പോയെന്ന് പറഞ്ഞ് ഇയാൾ പോകണം, എന്നാലേ നമ്മുടെ എന്താവുള്ളൂ, നമ്മുടെ ഈ അയൺ ബോക്സ് മൗസാണ് എങ്കിൽ പോലും ഇമാജിൻ ചെയ്യടോ, അയൺ ബോക്സ് എന്താകും, അയൺ ബോക്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടും. സോ ലോ മെൽറ്റിംഗ് പോയിന്റ് ആവണം നമ്മുടെ സേഫ്റ്റി ഫ്യൂസിന്. ഇത് പെന്നാണ് എങ്കിൽ പോലും ഇമാജിനേഷൻ മുഖ്യം. സോ എന്താ ചെയ്തു, സേഫ്റ്റി ഫ്യൂസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താവണം, ലോ റെസിസ്റ്റൻസ് ആവണം. ലോ മെൽറ്റിംഗ് പോയിന്റ് അത് എൻ്റെ ബാക്കിലായിരിക്കും വരുന്നില്ലേ, ഇവിടെ അല്ലേ, ഇവിടെ എഴുതാം, എവിടെ, ഓക്കെ ഇവിടെ എഴുതാം. സോ ലോ മെൽറ്റിംഗ് പോയിന്റ് കാണുന്നുണ്ടോ, ലോ മെൽറ്റിംഗ് പോയിന്റ്, യെസ് ഇവിടെ ലോ മെൽറ്റിംഗ് പോയിന്റ്. സിമിലർലി ഇവിടെ എന്താണ് അടുത്തത്, ലോ റെസിസ്റ്റൻസ്. ഓക്കെ, സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചിട്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അതെന്താ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കല്ലേ പൊന്നു മോനെ അല്ലെങ്കിൽ മോളെ. ഓക്കെ, ലോ മെൽറ്റിംഗ് പോയിന്റ്, ലോ റെസിസ്റ്റൻസ് പഠിച്ചു വെച്ചു, അതും കൃത്യമായിട്ട് മനസ്സിലായി. ഹീറ്റിംഗ് എഫക്റ്റ് എന്തൊക്കെയാണ്, റെസിസ്റ്റൻസും കറണ്ടും ടൈമും ആണ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, ഹീറ്റിംഗ് എഫക്റ്റിനെ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ അതും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, an electric fuse is a safety device. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് ഇത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്യണ്ട, ഞാൻ ആൻസർ ചെയ്യുന്ന സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവണം മീൻ ടൈം. സോ ഞാൻ വായിച്ചു വെക്കാം. An electric fuse is a safety device based on heating effect. ഞാൻ പറഞ്ഞാന്നല്ലടാ കഴിഞ്ഞ സ്ലൈഡിനകത്ത്, the correct combination of properties of a fuse wire should have. എന്തൊക്കെയാണ് ഒരു സേഫ്റ്റി ഫ്യൂസ് വയറിന്റെ പ്രോപ്പർട്ടീസ് വായിച്ചു നോക്കാം. ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണോ, അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. ഒരിക്കലും അല്ല. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം ബ്രേക്ക് ആവില്ല. ഈ സാധനം ബ്രേക്ക് ആയിട്ടില്ല എങ്കിൽ അയൺ ബോക്സ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ AC എന്തെങ്കിലും ആവട്ടെ, അത് കേട് വന്നു പോകും. അത് കേട് വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഓപ്ഷൻ എ ഒരിക്കലും ഒരു കാരണവശാലും ആൻസർ അല്ല. അതുപോലെ റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു തന്നു. ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഹീറ്റ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കറണ്ട് വെറുതെ പോയിക്കൊണ്ടേയിരിക്കും. സെയിം കണക്ക് ഏത് ഇൻകാൻഡിസെന്റ് ലാബ് പോലെ അതിനകത്ത് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കൂടുതൽ എന്താ വരുന്നത്, ഹീറ്റ് വരുന്നു. ഹീറ്റാണ് വരേണ്ടത്, അല്ല. അപ്പോൾ റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ഹീറ്റ് വരുന്നു, മനസ്സിലാക്കുക. നമുക്ക് ലോ റെസിസ്റ്റൻസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് സേഫ്റ്റി ഫ്യൂസിന് വേണ്ടത്. അടുത്ത ഓപ്ഷൻ നോക്കാം. ബി ലോ റെസിസ്റ്റൻസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ല, അതുമല്ല. സി ഹൈ റെസിസ്റ്റൻസ് ലോ മെൽറ്റിംഗ്, അതുമല്ല. ഡി നിങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകണം. ഞാൻ അത്രയും നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ലോ റെസിസ്റ്റൻസ് ലോ മെൽറ്റിംഗ് പോയിന്റ് കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. മാഗ്നറ്റിക് എഫക്റ്റ് വായിച്ചു നോക്കാം. വെൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ത്രൂ എ വയർ, ഒരു വയറിനകത്തൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്താ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആൻഡ് ദർ ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ്, അതൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. ഈസിയാണ്. ഒരു വയറിനകത്തൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്ട് എന്താന്ന് പറഞ്ഞു. ഇനി മാഗ്നറ്റിക് എഫക്ട് എന്താന്ന് കൂടെ പറഞ്ഞുതരാം. കറണ്ട് വന്നു, ഇത് വയറാന്ന് വിചാരിക്കാം, അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് മാഗ്നറ്റിക് എഫക്ട്. ആൻഡ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്തൊക്കെയാന്ന് നോക്കാം. എന്താണ്, ഒന്ന് കറണ്ട് പാസ് ചെയ്താലല്ലേ മാഗ്നറ്റിക് എഫക്ട് കിട്ടുള്ളൂ. അടുത്തതാണ് നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ഞാൻ ഇതിനകത്തോട് കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, ഇലക്ട്രോമാഗ്നറ്റിക് ആണെന്ന് പറയാൻ പോവാണ്. സോ ഇത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. നമ്പർ ഓഫ് ടേൺസ് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് എഫക്ട് കൂടും. സോ അത് അറിഞ്ഞിരിക്കാം. ഇതെന്താ നമ്പർ, എന്നോന്നല്ല കേട്ടോ, നമ്പർ ഓഫ് എന്നാണ്. ഓക്കെ, നമ്പർ ഓഫ്, ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. നമ്പർ ഓഫ് ടേൺസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ്. അടുത്തത് പിന്നെന്താ, ഈ മെറ്റീരിയൽ ബിഹേവിയർ, മെറ്റീരിയൽ എന്താണെന്നും കൂടെ. അപ്പോൾ അത് മെറ്റീരിയൽ പ്രോപ്പർട്ടി, അത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. കണ്ടക്ടറിന്റെ മെറ്റീരിയൽ എന്താണ് അതിനും ഡിപ്പെൻഡ് ചെയ്യും. മെറ്റീരിയൽ ബിഹേവിയർ ആണ്, പ്രോപ്പർട്ടി ഏതാ. ഓക്കെ, അതും എഴുതി. സോ മാഗ്നറ്റിക് എഫക്ട് എന്താ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ബിഫോർ ദാറ്റ് MCB എന്താണെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിനിയേച്ചർ എവിടെയാണത്, മുകളിലല്ലേ. ഓക്കെ, മിനിയേച്ചർ ഓക്കെ, സർക്യൂട്ട് ഇവിടെ കാണുമോ, ബ്രേക്കർ.
മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇതെന്താണ്? ഹീറ്റിംഗ് ഓക്കെ പറഞ്ഞുതരാം എന്താന്ന് പറഞ്ഞില്ലല്ലേ. സോ സേഫ്റ്റി ഫ്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇലക്ട്രിക് ഡിവൈസിനെ, നമ്മുടെ എന്തെങ്കിലും അയൺ ബോക്സ്, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എന്തെങ്കിലും ആവട്ടെ, സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, TV ഓക്കെ എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. MCB അതിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രം, അയൺ ബോക്സ് സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റിലാണെങ്കിൽ MCB വർക്ക് ആവുന്നത് മാഗ്നറ്റിക് എഫക്റ്റിലാണെന്ന് അറിഞ്ഞിരിക്കാം. സോ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യണം? ഹീറ്റിംഗ് എഫക്റ്റ് കൊടുക്കണം. MCB എന്ത് കൊടുക്കണം? മാഗ്നറ്റിക് എഫക്റ്റ് കൊടുക്കണം. ആൻഡ് MCBന്റെ ഫുൾ ഫോം മാത്രം ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ മതിയാകും. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഹാൻഡ് കൈയെഴുത്ത് മീൻസ് കൈയക്ഷരം ഇച്ചിരി മോശമായിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതെന്ത് ചെയ്യാം? അത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അത്രയും മതി. ഓക്കെ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കറണ്ട് ക്യാരിങ് കോയിൽ ബിഹേവ് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. ഒരു കോയിൽ ഉണ്ട്. കോയിൽ മീൻസ് ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് കോയിലാണ്. സോ കോയിൽ ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. സോ കോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയറുണ്ട്, അതിനെങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോയിലാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിടാം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വയറാണ്, അതിനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കോയിലാണെന്ന് മനസ്സിലാക്കാം. സോ കറണ്ട് ക്യാരിങ് കോയിൽ ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ്. ഒരു കറണ്ട് ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ, ഇതിലോ പോയി കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. സോ ഇവർ പറയുന്നു വേറെ മാഗ്നറ്റ് ആകുന്നു. ഇഫ് ദ കറണ്ട് ത്രൂ ദ കോയിൽ ഈസ് സ്വിച്ച് ഓഫ്, കറണ്ട് എന്ത് ചെയ്തു? ഓഫ് ആക്കി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദെൻ ഓപ്ഷൻ എ വായിച്ചു നോക്കാം. ദ കോയിൽ പെർമനന്റ്ലി റിമെയിൻസ് എ മാഗ്നറ്റ്. ഇല്ല, കാരണം കറണ്ട് വന്നാൽ മാത്രമേ മാഗ്നറ്റ് ആവൂ, ഇല്ലെങ്കിൽ എന്തോ പോയി, ഇല്ലെങ്കിൽ അത് മാഗ്നറ്റ് ആവില്ലെന്നേ. സോ ഇതെന്താണ്? തെറ്റാണ്. അടുത്ത മാഗ്നറ്റിക് എഫക്ട് ഡിസപ്പിയേഴ്സ്. കറക്റ്റ് ആണ്. കറണ്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റിക് എഫക്ട് ഒന്നുമില്ല, വെറും വയർ മാത്രമായി മാറും അത്. സോ ഇറ്റ്സ് എ നത്തിങ് ബട്ട് ഇറ്റ്സ് എ വയർ. ഓക്കെ, സോ അതിന് പ്രോപ്പർട്ടി എല്ലാം പോകും. സോ എന്ത് മനസ്സിലാക്കണം? കറണ്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ മാഗ്നറ്റിക് എഫക്ട് ഡിസപ്പിയേഴ്സ്. കറക്റ്റ് ആണ്, ബി ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ദ കോയിൽ, വെറുതെ സി ഉണ്ടെയും ചുമ്മാ വായിച്ചു നോക്കാന്നേ. ദ കോയിൽ ബിക്കം ഇലക്ട്രിക് സെല്ല്. എന്താണത്? ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് സെല്ലാവുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വല്ല എന്ന് പറയാൻ വേറെ യൂണിവേഴ്സിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നുമല്ല. അടുത്തത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ എക്സ്ചേഞ്ച് പൊസിഷൻ. അങ്ങനെയൊന്നുമില്ല. സോ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. 2 ഐഡന്റിക്കൽ കോമ്പസസ് ആർ പ്ലേസ്ഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ഫ്രം 2 സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ്. 2 സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു കോമ്പസ് ഉണ്ട്. കോമ്പസ് നോർത്ത് സൗത്ത്. അതുപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെയും ഒരു കോമ്പസ് ഉണ്ട്, നോർത്ത് സൗത്ത്. വൃത്തി കാണൂല, മനസ്സിലാക്കുക. അതൊരു കോമ്പസ് ആണ്, ഇതും ഒരു കോമ്പസ് ആണ്, മനസ്സിലാക്കി വെക്കുക. സോ 2 ഐഡന്റിക്കൽ കോമ്പസസ് ആർ പ്ലേസ്ഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ഫ്രം, ഇത് രണ്ടും സെയിം ഡിസ്റ്റൻസിലാണ്, സെയിം ഒരുപോലത്തെ കോമ്പസ് ആണ്. സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ്, 2 കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ദ കറണ്ട് ഇൻ വയർ പി, ഇതിന് നമുക്ക് പി എന്ന് പറയാം. ആൻഡ് ട്വൈസ് ഈസ് ദ കറണ്ട് ഇൻ വയർ ക്യൂ, ഇതിന് നമുക്ക് ക്യൂ എന്നും പറയാം. ഓക്കെ, ഇഫ് ദ കോമ്പസസ് നിയർ ക്യൂ ഇസ് ഡിഫ്ലക്ട് ബൈ എ സർട്ടൻ എമൗണ്ട്, ഇതിന്റെ അടുത്തുള്ള ഈ കോമ്പസ്, ക്യൂവിന്റെ അടുത്തുള്ള ഈ കോമ്പസ് അത് ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. കറണ്ട് പാസ് ആയി കഴിഞ്ഞാൽ ക്യൂ എന്താവും? മാഗ്നറ്റിക് എഫക്ട് കാണിക്കും. അപ്പോൾ 2 മാഗ്നറ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഡിഫ്ലക്ഷൻ വരും. സെയിം അല്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെയാണെങ്കിൽ എന്താവും? ഇവിടെ ക്യൂവിനകത്തോടെ കറണ്ട് പാസ് കഴിഞ്ഞാൽ ഒബിയസ്ലി എന്ത് ചെയ്യും? നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ആൻഡ് ക്വസ്റ്റ്യൻ്റെ ബാക്കി ഇതാണ്. ദ കോമ്പസ് നിയർ പി വിൽ ഷോ. പീൻ്റെ അടുത്തുള്ള കോമ്പസ് ഡിഫ്ലക്ഷൻ എങ്ങനെ കാണിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം. പി ഇസ് ട്വൈസ് ദ കറണ്ട്. ക്യൂവിന്റെ കാട്ടി ഡബിൾ കറണ്ട് പിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യൂവിനകത്ത് കുറച്ച് കറണ്ട്, പിന്നകത്ത് ഒരുപാട് കറണ്ട്, ഡബിൾ കറണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂവിനകത്തുള്ള മാഗ്നറ്റിക് എഫക്റ്റിനെ കാട്ടിയും കൂടിയ മാഗ്നറ്റിക് എഫക്റ്റ് ആവില്ല പിന്നകത്ത് ഉണ്ടാവുന്നത്. ഒന്നുകൂടെ പറയാം. ക്യൂ ഉണ്ട്, ഇവിടെ പി ഉണ്ട്, ഇത് ക്യൂ, ഇത് പി. ക്യൂവിനകത്ത് കുറച്ച് കറണ്ട്, പിന്നകത്ത് ഡബിൾ കറണ്ട് പോകുന്നുണ്ട്. സോ ക്യൂവിനകത്ത് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. അതിനെക്കാട്ടി കൂടിയ മാഗ്നറ്റിക് എഫക്റ്റ് ഇവൻ കാണിക്കൂലേ, കാരണം ഇവനകത്ത് കുറെ കറണ്ട് ഉണ്ട്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ വായിച്ചു നോക്കാം. ഗ്രേറ്റർ ഡിഫ്ലക്ഷൻ ഫസ്റ്റ് തന്നെ പറയുന്നു. ഗ്രേറ്റർ ഡിഫ്ലക്ഷൻ കറക്റ്റ് ആണ്, കാരണം പിന്നകത്ത് ഒരുപാട് കറണ്ട് ഉണ്ട്, കൂടിയ കറണ്ട് ഉണ്ട് ക്യൂവിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ പിന്നകത്ത് എന്ത് ചെയ്യും? ഗ്രേറ്റർ, പിന്നകത്തല്ല ഈ മാഗ്നറ്റിക് ഡീഡലിനകത്ത് ഗ്രേറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കും. സ്മോളർ ഡിഫ്ലക്ഷൻ ഒബിയസ്ലി അല്ല, വെട്ടിക്കളഞ്ഞോ. നോ ഡിഫ്ലക്ഷൻ അതുമല്ല. കറണ്ട് പാസ് ചെയ്ത് എന്തായാലും ഡിഫ്ലക്ഷൻ കാണിക്കും, അതുമല്ല. ദ സെയിം ഡിഫ്ലക്ഷൻ ഒരിക്കലും അല്ല. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് എഫക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തിനെ? കറണ്ടിനെ. കൂടിയ കറണ്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും. സോ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, അതും കിട്ടി. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത ലാസ്റ്റ് ടോപ്പിക്, നമ്മുടെ ഇലക്ട്രിസിറ്റി ചാപ്റ്ററിനകത്തുള്ള ലാസ്റ്റ് ടോപ്പിക് ഇതായിരിക്കും. ഇതും കൂടെ ഡിസ്കസ് ചെയ്ത് ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ശ്രദ്ധിച്ച് കേൾക്കാം, ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നോക്കാം. ദ കോയിൽ ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ് പറഞ്ഞു. വെൻ കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ഫ്ലോ,
കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, കോയിൽ മാഗ്നറ്റ് ആവും. ഞാൻ ഓൾറെഡി പറഞ്ഞതാ, വീണ്ടും പറയുന്നില്ല. വെൻ ദ ഇലക്ട്രിക് കറണ്ട് ഈസ് സ്വിച്ച് ഓഫ്, ഇലക്ട്രിക് കറണ്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ കോയിൽ ലോസസ് മാഗ്നറ്റിസം, കോയിലിനകത്ത് മാഗ്നറ്റിസം പോകും. അതും പറഞ്ഞതാ. സച്ച് കോയിൽ ആർ കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റ്. അങ്ങനത്തെ മാഗ്നറ്റ്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ കോയിൽസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് അറിഞ്ഞിരിക്കാം. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റ് ആവും, സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ മാഗ്നറ്റ് ആവില്ല. വിച്ച് മീൻസ് ടെമ്പററി ആണ്, ടെമ്പററി മാഗ്നറ്റ് ആണ്. മനസ്സിലായില്ലേ? കാരണം എന്താ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റ് ആവും, സ്വിച്ച് ഓഫ് ആക്കിയാൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ടെമ്പററി മാഗ്നറ്റ് ആണ്. നമ്മുടെ ഒരു അറേഞ്ച്മെന്റ് ഇങ്ങനെ വരുന്നത്, ഇവിടെ ഞാൻ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ കറണ്ട് ഇങ്ങനെ പോകും, ഇവിടെ എത്തും. സോറി, ഇവിടെ നിന്നല്ല കേട്ടോ, ഇവിടെ നിന്നാവും. നമ്മുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താവും, ഇത് മാഗ്നറ്റ് ആവും. സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാലോ ഇത് മാഗ്നറ്റ് ആവില്ല, നോർമൽ ആയിട്ടുള്ള അയൺ നെയിലായി മാറും. സോ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ആൻഡ് ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഓക്കെ, എന്തൊക്കെയാണ് വീണ്ടും പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് മാഗ്നറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്താണ് കറന്റ്, പിന്നെ നമ്പർ ഓഫ് ടേൺസ്, പിന്നെ അതുപോലെ അകത്തുള്ള മെറ്റീരിയൽ. ഇവിടെ അയൺ നെയിലാണ്, അതിന് പകരം സോഫ്റ്റ് അയൺ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, സോഫ്റ്റ് അയൺ ആണ് നല്ലത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് അയൺ ആണെന്ന് കൂടി മനസ്സിലാക്കാം. അങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിസം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. MCQ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പറഞ്ഞാൽ മതി സോഫ്റ്റ് അയൺ ആണെന്ന്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, an electromagnet is made by winding insulated wire എടുത്തു. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, അറൗണ്ട് ആൻ അയൺ നെയിൽ, ഒരു അയൺ നെയിൽ ഉണ്ട്, അയൺ നെയിലിന് ചുറ്റും ഇതിങ്ങനെ ഇൻസുലേറ്റഡ് വയർ ഇങ്ങനെ വെച്ചു. ഇങ്ങനെയാണെങ്കിൽ വിച്ച് ചേഞ്ച് വിൽ മേക്ക് ദി ഇലക്ട്രോമാഗ്നറ്റ് സ്ട്രോങ്ങർ, ഇലക്ട്രോമാഗ്നറ്റിനെ സ്ട്രോങ്ങർ ആക്കാൻ എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇലക്ട്രോമാഗ്നറ്റ് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്, പിന്നെ അകത്തുള്ള നെയിൽ മാറ്റിയിട്ട് സോഫ്റ്റ് അയൺ ആക്കിയാൽ മതി. സോ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ സ്ട്രോങ്ങർ ആവും, നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ സ്ട്രോങ്ങർ ആവും. സോഫ്റ്റ് അയൺ അയൺ നെയിൽ മാറ്റിയിട്ട് സോഫ്റ്റ് അയൺ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും സ്ട്രോങ്ങർ ആവും. സോഫ്റ്റ് അയൺ ഒന്നുമില്ല, നോർമൽ അയൺ അല്ല, അതിനകത്ത് ചെറിയ ഒരു അലോയ് ആയിരിക്കും, വേറെ രണ്ട് മെറ്റീരിയലിനും കൂടെ കോമ്പോസിഷൻ ആയിരിക്കും. എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. സോഫ്റ്റ് അയൺ എന്താണ്, നോർമൽ അയൺ അല്ല, 95% അയൺ തന്നെ ആയിരിക്കും കോമ്പോസിഷനകത്ത്, പക്ഷേ അതിനകത്ത് രണ്ട് മെറ്റീരിയലും കൂടെ വന്നിട്ടുണ്ടാവും. അത്ര അത് മനസ്സിലാക്കിയിരുന്നാൽ മതി, അതൊരു അലോയ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. സോ എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വിച്ച് ചേഞ്ച് വിൽ മേക്ക് ദി ഇലക്ട്രോമാഗ്നറ്റ് സ്ട്രോങ്ങർ ആക്കാം. ഓപ്ഷൻ നോക്കാം, ഡിക്രീസ് നമ്പർ ഓഫ് ടേൺസ്, അതാണോ? അല്ല, അതാണ് ഞാൻ അത്ര നേരം പറഞ്ഞത്, അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ആ ചെയ്യണം, ഡിക്രീസ് അല്ല. ഓപ്ഷൻ എ അല്ല, വെട്ടിക്കോ. അടുത്തതും, റീപ്ലേസ് ദ അയൺ നെയിൽ വിത്ത് പ്ലാസ്റ്റിക് റോഡ്. അതെങ്ങനെ ശരിയാവും? ഓൾറെഡി അയൺ നെയിൽ എന്താണ്, കണ്ടക്ടറാണ്. അത് പ്ലാസ്റ്റിക് കൊണ്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ കറണ്ട് പാസ്സാക്കുമോ? ഇല്ലല്ലോ, അതെന്ത് ചെയ്യുന്നില്ല, കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും ടേൺസിനകത്തൂടെ, പക്ഷേ നമ്മുടെ മാഗ്നറ്റിക് എഫക്റ്റ് കുറയുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ്, പ്ലാസ്റ്റിക് റോഡ് വെക്കാൻ പാടില്ല. സോഫ്റ്റ് അയൺ ആണെങ്കിൽ ഓക്കെ പറഞ്ഞായിരുന്നു. അടുത്ത്, ഇൻക്രീസ് ദ കറണ്ട് ത്രൂ ദ കോയിൽ, കോയിലിനകത്തൂടെ കറണ്ട് കൂട്ടുക. ആൻഡ് റിമൂവ് ദ ബാറ്ററി പോയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഇല്ല. എന്താ പറയുന്നത്? ഇങ്ങനെയാണ് ഓപ്ഷൻ എന്താ, സി. ഓപ്ഷൻ സി അല്ലേ, കറണ്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ് സ്ട്രോങ്ങർ ആവും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞെന്നാണ്, വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് ലാസ്റ്റ് ടോപ്പിക്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, ഇലക്ട്രിക് ബെല്ല്. ഇലക്ട്രിക് ബെല്ല് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? ഇലക്ട്രോമാഗ്നറ്റിന്റെ ബേസിലാണ് ഇലക്ട്രിക് ബെല്ല് വർക്ക് ആവുന്നത്. കൃത്യമായിട്ട് നോക്കാം. അതിന് മുന്നേ ഇവിടുത്തെ ഓരോ ലാബിലും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കെ എന്താണ്, അത് കീ ആണ് അല്ലെങ്കിൽ സ്വിച്ച് ആണ്, അത് ഇവിടെ എഴുതി തരാം. കെ ഈസ് എന്താണ്, സ്വിച്ച് ആണ് അല്ലെങ്കിൽ കീ ആണ്. യു എന്താണ്, ബാറ്ററി ആണ്, അതും മനസ്സിലാക്കാം. ബാറ്ററി സോഴ്സ്, നമ്മുടെ പവർ സോഴ്സ് ആണ് യു. ഓക്കെ, ആൻഡ് നമ്മുടെ ഇ എന്താണ്, മുകളിൽ എഴുതാം, ഈ സോഫ്റ്റ് അയൺ ആണ്. ആൻഡ് ബി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലാണ്. എ പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ദ ടി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, അത് കോണ്ടാക്ട് സ്ക്രൂ ആണ്. അത് എന്തിനാന്ന് പറഞ്ഞുതരാം, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇനീഷ്യലി സ്വിച്ച് ഇങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ പ്യൂണോ അതല്ലെങ്കിൽ ബെല്ലടിക്കുന്ന ആളോ സ്കൂളിനകത്ത് ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പ്ലസിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ട് കറണ്ട് പാസ് ചെയ്യും. പാസ് ചെയ്യും. സോ നേരെ കറണ്ട് ഇങ്ങനെ വരുന്നു, ഇതിനകത്തോട്ട് പാസ്സാകുന്നു, ഇവിടെ എത്തുന്ന സമയത്ത് കറണ്ടിന് മനസ്സിലാകും എന്താ, ഇവിടെ ടേൺ ഉണ്ട്, ഇവിടെ ഒരു സോഫ്റ്റ് അയൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താവും, ഈ പറഞ്ഞ ആളെന്താവും, മാഗ്നറ്റ് ആവും, ഇലക്ട്രോ മാഗ്നറ്റ് ആവും. നമ്മുടെ സോഫ്റ്റ് അയൺ അഥവാ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇത് മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയില്ലേ, ഒരു മാഗ്നറ്റ് അടുത്ത് ഒരു നെയിൽ വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റർ ആവൂലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആർമേച്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇവൻ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റ്, നമ്മുടെ സോഫ്റ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ ഇയാൾ എന്താവും, മുകളിലോട്ട് പോകും. ആർമേച്ചർ നേരെ മുകളിലോട്ട് പോകും. ഇലക്ട്രോ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അട്രാക്റ്റർ ആവും. സോ നേരെ പോയി കൂട്ടിയിടിക്കും. അന്നേരം എന്താവും, ആർമേച്ചറിനോട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ബോള് നേരെ ബില്ലിൽ പോകും. ബില്ലിൽ പോകുമ്പോൾ എന്താവും, ടിങ്, ബെല്ലടിച്ചു. ഇനിയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം, സ്വിച്ച് ഇട്ടിട്ടേണ്ട
ഇപ്പൊ മാഗ്നറ്റ് ആയിട്ടുണ്ട്, പിന്നെ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. ബെല്ല് ആക്ച്വലി നിങ്ങളുടെ സ്കൂളിനകത്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ ടിങ് 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 അങ്ങനെയല്ലേ, ഐ മീൻ കണ്ടിന്യൂസ് ആയിട്ടല്ലേ പോകുന്നത്, അങ്ങനെ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബെല്ലടിക്കുക, കണ്ടിന്യൂസ് ആയിട്ടില്ല, ഇത് ഇങ്ങനെ ആവണ്ടേ, ഇങ്ങനെ ആയി കഴിഞ്ഞാലേ ബെല്ല് എന്താവുള്ളൂ, അടിക്കുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം, അതിനാണ് നമ്മുടെ ഈ കോണ്ടാക്ട് സ്ക്രൂ ഉള്ളത്. ഈ കോണ്ടാക്ട് സ്ക്രൂ എന്ത് ചെയ്യുന്നറിയോ, ഇയാള് ഈ ആർമേച്ചർ നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണക്ഷൻ വിട്ടില്ലേ, ഇവിടെ എന്താവും, കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് എന്തായി, ഓപ്പൺ സർക്യൂട്ടായി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൂടെ പിന്നെ കറണ്ട് പാസ് ചെയ്യില്ല, ഓപ്പൺ സർക്യൂട്ടായ കറണ്ട് പാസ് ചെയ്യില്ല. സോ ഇലക്ട്രോമാഗ്നറ്റ് എന്താവും, ഇലക്ട്രോമാഗ്നറ്റ് നോർമലി ഉള്ള സോഫ്റ്റ്വെയർ ആയി മാറും. അതിന്റെ മാഗ്നറ്റിക് എഫക്ട് കഴിവ് എന്തായി പോയി. സോ അങ്ങനെ കൂട്ടിപ്പിടിച്ച ആളെന്താവും, തിരിച്ച് താഴോട്ട് തന്നെ വരും, അഥവാ താഴോട്ട് തന്നെ വരും. അന്നേരം എന്താവും, വീണ്ടും സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് കറണ്ട് പാസ്സാവും, സോഫ്റ്റ്വെയർ എന്താവും, ഇലക്ട്രോമാഗ്നറ്റ് ആവും, വീണ്ടും തിരിച്ചു വരും. സോ ഇങ്ങനെ അടിക്കുന്നെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും ഒന്നുകൂടെ ബാക്കിലോട്ട് കേട്ട് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും. സോ അങ്ങനെയാണ് ഇലക്ട്രിക് ബെല്ല് വർക്ക് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് പെട്ടെന്ന് തീർക്കാം. സോ വാട്ട് ഇസ് ദ റോൾ ഓഫ് സോഫ്റ്റ്വെയർ കോർ ഇൻ ദ ഇലക്ട്രിക് ബെൽ? ഇലക്ട്രിക് ബെല്ല് എന്തിനാണ് സോഫ്റ്റ്വെയർ കോർ എന്ന് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു തന്നതാണ്. അതാണ് ഇലക്ട്രോമാഗ്നറ്റ് ആക്ട് ചെയ്യുന്നത്. സോ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് അല്ല, to increase the strength of ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാനല്ലേ. യെസ്, ബി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ് എന്താവും, സ്ട്രെങ്ത് കൂടും. അയൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല, പറഞ്ഞു തന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. സോ അതാണ് 2 കോളം തന്നിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആണ്. കണ്ടക്ടർ എന്തിനാ ഉപയോഗിക്കുന്നത് നോക്കാം. ജനറേറ്റ് ഇലക്ട്രിസിറ്റി ആണോ, അല്ല. സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ഇറ്റ് ഈസിലി പാസ് ചെയ്യാൻ സമ്മതിക്കില്ല, അതാണ് കണ്ടക്ടർ, അല്ലല്ലോ. അത് ഇൻസുലേറ്റർ അല്ലേ, എന്ത് ചെയ്യാം, നേരെ മാച്ച് ചെയ്ത് കൊടുക്കാൻ ആദ്യം തന്നെ. സോ ഇൻസുലേറ്റർ കിട്ടിയേ. ആൻഡ് കംപ്ലീറ്റ് ദ പാത്ത് ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റിന്റെ കറണ്ട് പാത്ത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആക്കും. അതെന്താണ്, അത് സർക്യൂട്ട് അല്ലേ, അത് മറിച്ചു കൊടുക്കാം. ആൻഡ് അലോ ദ ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ, കണ്ടക്ടർ എന്ത് ചെയ്യും, കറണ്ട് പോകാൻ വേണ്ടി പാസ് ചെയ്യും, ഞാൻ പറഞ്ഞു തന്നതാണ്. സോ എന്ത് ചെയ്യാം, നേരെ ലാസ്റ്റിലോട്ട് മാച്ച് ചെയ്യാം. ആൻഡ് സെല്ല് എന്താണ്, ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഈസി ആണെന്ന് ഒന്നുമില്ല. ഇങ്ങനെയാണ് എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോളം എ, കോളം ബി. സോ കോളം എ എന്തുണ്ട്, എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ബട്ട് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റിന്റെ ഗുഡ് കണ്ടക്ടർ ആണ്, പക്ഷേ ഇലക്ട്രിസിറ്റി ബാഡ് കണ്ടക്ടർ ആണ്. ആൻസർ എന്താണ്, മൈക്ക എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ആൻഡ് അടുത്തത്, എ വയർ ട്വിസ്റ്റഡ് മെനി ടൈംസ് ഇൻ ദ ഫോം ഓഫ് സർക്കിളിന്റെ ഷേപ്പിൽ ഒരു വയറിനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഈ വയറിനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ കോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞില്ലേ, ആണെന്ത് കോയിൽ. സോ അതിന്റെ സർക്കിൾ ഷേപ്പിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, ഐ മീൻ പിരിച്ചു വെച്ചിട്ടുണ്ട്, ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കോയിലാണ്. എവിടെ കോയിൽ, ലാസ്റ്റ് ഉണ്ട് അല്ലേ. സോ മാച്ച് ചെയ്തോ. അടുത്തത്, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, പേരിനകത്തുണ്ട് CFL ആണ്. മാച്ച് ചെയ്തു. And അടുത്തത്, alloy was temperature can rise up to 1250 degrees Celsius and used as heating element ആയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് നിക്രോം. ആൻഡ് ഇതേ നിക്രോം ആണ് എന്ത്, നമ്മുടെ ഹീറ്റിംഗ് എലമെന്റ്. എവിടെ, അയൺ ബോക്സിനകത്ത്. ഹീറ്റിംഗ് എലമെന്റ് എവിടെ, അയൺ ബോക്സിനകത്തുള്ള ഹീറ്റിംഗ് എലമെന്റ് എന്താ, നിക്രോം ആണ്. സോ ഇതോടെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കാനുള്ള എല്ലാ സാധനവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കണം. ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കമന്റ് ബോക്സിനകത്ത് പറഞ്ഞാൽ മതി, ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ല നിങ്ങൾ കമ്മ്യൂണിറ്റി വഴിയാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിനകത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു തവണയും കൂടെ പറയാം, എന്താണ് NSMCയുടെ രജിസ്ട്രേഷൻ നിങ്ങൾ ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് എന്നാ വരുന്നത്, ഒക്ടോബർ 10 ആണ്. വെറുതെ ലാസ്റ്റ് ഡേറ്റോട്ട് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് കൃത്യമായിട്ട് പഠിച്ച് മത്സരിക്കണം. നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടുന്നതാണ്. നിങ്ങൾ എന്ത് അവസരങ്ങൾ ഉപയോഗിക്കുക. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കാലിബർ എത്തിയതും കൂടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൃത്യമായിട്ട് യൂട്യൂബിനകത്ത് എല്ലാ ക്ലാസ് തരുന്നതായിരിക്കും. നിങ്ങളത് കണ്ട് പഠിച്ചാൽ മാത്രം മതിയാകും. സോ ഇത്രയാണ് പറയാനുള്ളത്. സോ താങ്ക് യു, എന്നെ ഇത്രയും നേരം കേട്ടതിന് താങ്ക് യു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.